Data structures and operations. This chapter is we എടുത്തുകൊണ്ടിരിക്കുന്നത്. This chapter we will data structure എന്താന്ന് പറഞ്ഞു. Data structure ന്റെ classification പറഞ്ഞു. Simple data structure, compound data structure. അതിൽ simple data structure, array structure എന്താന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. Compound data structure ൽ stack എന്താന്ന് പറഞ്ഞു അല്ലേ? Stack is a linear data structure. Stack in the insertion paranyo, deletion paranyo. In next Q ana. Q is a FIFO linear data structure. It has two ends, rear and front. Insertion takes place rear end. Deletion takes place front end. Q എന്ന് പറഞ്ഞാൽ FIFO linear data structure ആണ്. FIFO means first in first out. ഒരു ക്യൂ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ നിന്നും ഫസ്റ്റ് ഔട്ട് ആവുക ആരാണ്? ഫസ്റ്റ് നിന്ന ആളാണ്. അതാണ് ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. FIFO means first in first out. It has two ends, rear and front. ക്യൂവിലായാലും സ്റ്റാക്കിലായാലും നടക്കുന്ന രണ്ട് ഓപ്പറേഷൻ ഏതായിരുന്നു? ഇൻസേർഷനും ഡിലീഷനാണ്. ഇൻസേർഷൻ ഓപ്പറേഷൻ നടക്കാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റയർ എൻഡാണ്. ഡിലീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ്. സ്റ്റാക്കിൽ ഒരൊറ്റ എൻഡേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇവിടെ ക്യൂവിൽ രണ്ട് എൻഡാണ്. ഇൻസേർഷന് വേറെ, ഡിലീഷന് വേറെ. അപ്പോൾ ക്യൂ ഈസ് എ FIFO linear data structure. It has two ends. Insertion takes place rear end. Deletion takes place front end. Okay. ഇനി ക്യൂവിൻ്റെ ഇൻസേർഷൻ ഓപ്പറേഷൻ നമ്മൾ എന്താ പറയുന്നത്? പുഷ്. സ്റ്റാക്കിൽ പറഞ്ഞിരുന്നല്ലേ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. ഇൻസേർഷൻ ഓപ്പറേഷന് പറയുന്നത് പുഷ്. അപ്പോൾ ഇൻസേർഷനാണിത്. ക്യൂവിൻ്റെ ഇൻസേർഷൻ ഓപ്പറേഷൻ അൽഗോരിതം ഇൻസേർഷൻ അഥവാ പുഷ്. ഇവിടെ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യണു. റയർ എന്താ? -1 ആക്കുക. -1 ആക്കുന്നതിന് വേണ്ടിയിട്ട് എംറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫ്രണ്ട് ഈക്വൽ റയർ ഈക്വൽ 0. എന്താണ്? ഫ്രണ്ടും റയറും എന്ത് ചെയ്യണം? 0 ആയിട്ട് സെറ്റ് ചെയ്യണത്. 0 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇതിൽ റയർ എവിടെ സെറ്റ് ചെയ്തു? 0-ൽ. റയറും ഫ്രണ്ട് രണ്ടും എന്താക്കുകയാണ്? 0-ലാണ്. റയർ ഫ്രണ്ട് രണ്ടും 0-ൽ സെറ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? റയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുക. വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഗ്രേറ്റർ ദാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം 5 വരെ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. n റെപ്രസെൻ്റ് ചെയ്യുന്നത് മാക്സിമം നമ്പേഴ്സിനാണ്. എത്ര വരെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കണു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ക്യൂ രണ്ടും 0-ൽ സെറ്റ് ചെയ്തിട്ട് ക്യൂവിൻ്റെ എന്ത് ചെയ്തു? ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ പേരാണ്, ആരുടെ ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ പേര്. ക്യൂവിലേക്ക് ഫസ്റ്റ് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്തു. ദെൻ ഏത് നമ്മൾ ഉദ്ദേശിച്ച, അതായത് 5 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ആയോ നോക്കുക. ഇല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? വീണ്ടും റയർ ഈസിക്കൽ ടു റയർ +1. റയർ ഇപ്പോൾ 0 ആണ്. +1 എന്ന് പറയുമ്പോൾ 1-ലേക്ക് ആയില്ലേ? അടുത്ത വാല്യൂവിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. ദെൻ വാല്യൂ ഇൻസേർട്ട് ചെയ്തു അല്ലേ? എൽസ് വീണ്ടും അടുത്ത് റയർ +1. അപ്പോൾ 1 + 1 അടുത്ത പ്ലേസ് കിട്ടി. അടുത്ത പ്ലേസ് ഇങ്ങനെ +1 +1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യും. ഏത് വരെ? ക്യൂ ഓവർഫ്ലോ ആവുന്നത് വരെ. സ്റ്റാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർഫ്ലോ എന്താ, അണ്ടർഫ്ലോ എന്താന്ന്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇനിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ഓവർഫ്ലോ. ഇങ്ങനെ പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റയർ +1 അതിൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യും. റയർ +1 അങ്ങനെ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് +1 അങ്ങനെ ഓരോ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യും. ഏതുവരെ? ക്യൂ ഓവർഫ്ലോ ആവുന്നത് വരെ. അങ്ങനെയാകുമ്പോൾ ആൻറ്റി ഫീഫ് അവസാനിപ്പിക്കുകയാണ്. അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇൻസേർഷൻ. ഇനി ഡിലീഷൻ നടക്കുമ്പോഴോ
ഡിലീഷൻ്റെ കേസിൽ ഇതുപോലെ -1 മൈനസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരെണ്ണത്തിനെ ഡിലീറ്റ് ചെയ്യുന്നു, ദെൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻസേർഷൻ ഓക്കെ ആയില്ലേ? ആദ്യം നമ്മൾ രണ്ടും 0 ആയി സെറ്റ് ചെയ്യുക, 0th പൊസിഷൻ സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യും, അത് നമ്മൾ ഉദ്ദേശിച്ച നമ്പറിനേക്കാളായോ നോക്കും, എന്നിട്ട് ചെയ്യും +1 ചെയ്യും, അടുത്ത കോളം വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുള്ള അടുത്ത കോളം ആഡ് ചെയ്തെടുത്തു, വാല്യൂ ഇൻസേർട്ട് ചെയ്തു, റിപ്പീറ്റ് ചെയ്യും, ഏതാവുന്നത് വരെ ക്യൂ ഓവർഫ്ലോ ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ക്യൂവിൻ്റെ ഇൻസേർഷൻ കഴിഞ്ഞടുത്ത് ഡിലീഷൻ. ക്യൂവിൻ്റെ ഡിലീഷൻ ഓപ്പറേഷൻ. ഡിലീഷൻ പോപ്പ് അല്ലേ? ക്യൂവിൻ്റെ ഡിലീഷൻ. ഇവിടെ ഇങ്ങനെ ഇൻസേർഷൻ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തിട്ട് ഓരോ വാല്യൂവിനെ ആഡ് ചെയ്ത് ഇത് ഫുൾ ആവുന്നത് വരെ ഇൻസേർഷൻ നടത്തി അല്ലേ? ഇനി ഡിലീഷൻ്റെ കേസിലും -1 ആയി സെറ്റ് ചെയ്യും. ഫ്രണ്ട് -1 ആയിട്ട് സെറ്റ് ചെയ്യണം. എംറ്റി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് -1 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും? വാല്യൂ ക്യൂ ഫ്രണ്ടിൽ നിന്ന് എന്താ ഡിലീറ്റ് ചെയ്യണം. വാല്യൂവിന് എന്ത് ചെയ്യും? ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. റയർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലേ? ഡിലീഷൻ ഇൻസേർഷൻ ഡിലീഷനൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഫിഫോ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഇനി ഇവിടെ ഇൻസേർഷൻ കഴിഞ്ഞാൽ അടുത്ത ഡിലീഷനാണ്. ഇത് ഫ്രണ്ട് എൻഡ്, ഇത് റയർ എൻഡ്. ഇൻസേർഷൻ ആകുമ്പോൾ ഇനി ഇവിടെ +1 ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോയത് അല്ലേ? ഇനി ഡിലീഷൻ്റെ കേസിൽ ഫ്രണ്ട് എൻഡിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഡിലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം 0th പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. ക്യൂ വാല്യൂ എംറ്റി സെറ്റ് ആക്കി വാല്യൂ ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ദെൻ ഫ്രണ്ട് +1 ഇത് ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് +1 അടുത്ത വാല്യൂ ഡിലീറ്റ് ചെയ്തു, അടുത്ത വാല്യൂ ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ പ്രിൻ്റ് ക്യൂ ഓവർഫ്ലോ ആവുന്നത് വരെ
നമ്മുടെ ഈ ക്യൂ ഓവർഫ്ലോ ആവുന്നത് വരെ ആദ്യം ഫ്രണ്ട് ഇവിടെയാണ്. ഇതിൽ നിന്ന് ആദ്യ വാല്യൂനെ ഡിലീറ്റ് ചെയ്യുന്നു, +1. അടുത്ത വാല്യൂനെ ഡിലീറ്റ് ചെയ്യുന്നു, ദെൻ അടുത്ത വാല്യൂ ഡിലീറ്റ് ചെയ്യുന്നു. ഏതാവുന്നത് വരെ? ക്യൂ ഓവർഫ്ലോ ആകുന്നത് വരെ. എന്താണ് ഓവർഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തത് വരുന്നത് വരെ. നമുക്കിനി ഡിലീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയുന്നു? ഓവർഫ്ലോ എന്ന് പറയുന്നു അല്ലേ? അങ്ങനെ ഓരോ എലമെൻറ്റിനെയും, നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറിലെ എല്ലാ എലമെൻറ്റിനെയും ഡിലീറ്റ് ചെയ്ത് പോകുന്നു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫ്രണ്ട് എൻഡിലാണ് ഡിലീഷൻ നടക്കുക. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോവുകയാണ്. ഇതാണ് അതിൻ്റെ അൽഗോരിതം, ഡിലീഷൻ ഓപ്പറേഷൻ്റെ അൽഗോരിതം. അപ്പോൾ ക്യൂ ഈസ് എ FIFO linear data structure. FIFO means first in first out. It has two ends, rear and front. Rear insertion takes place rear end, deletion takes place front end. ഇൻസേർഷൻ നടക്കേണ്ട +1 ചെയ്തിട്ട് പോകും. ഡിലീഷൻ ആണെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്നും നടക്കും. അപ്പോൾ ക്യൂ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ക്യൂവിൻ്റെ ഇൻസേർഷനും പറഞ്ഞു, ഡിലീഷനും പറഞ്ഞു. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ലിങ്ക്ഡ് ലിസ്റ്റാണ്. ലിങ്ക്ഡ് ലിസ്റ്റ്. Linked list is a special type of linear list. Linked list is a special type of linear list. It has each element in linked list called node. Linked list le ഓരോ element നമ്മൾ എന്ത് പറയും? node. Node has two parts, info parts and pointer parts. Info part store the information. Pointer part store the points to the next element. Linked list is a special type of linear list. In each element in linked list are called node. Node has two parts, info parts and pointer parts. Info part store the information. Pointer part store points the next element. അടുത്ത എലമെൻറ്റിനെ പോയിന്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? പോയിന്റർ പാർട്ട്. The info parts, the pointer parts. Info parts എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻഫോർമേഷനെ. To store information. Pointer part store the points to next element. അടുത്ത എലമെൻറ്റിലേക്ക് പോയിന്റ് ചെയ്യണത് പോയിന്റർ പാർട്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ ലിസ്റ്റ്. In each element in linked list are called node. Node has two parts, info parts and pointer parts. Info parts store the information. Pointer parts points to the next element. Next element like എന്ത് ചെയ്യണം? ഇതിനെ പോയിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഇതിൻ്റെ ഇൻസേർഷനും ഡിലീഷനും ഒക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് അപ്പോൾ ആരെ പറഞ്ഞു? സ്ട്രക്ചർ, സ്റ്റാക്ക്, ക്യൂ, ഓവർഫ്ലോ, ഇതൊക്കെ ഇതും പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഡാറ്റാ സ്ട്രക്ചറിലെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. സം ഓപ്പറേഷൻസ് ഓഫ് ഡാറ്റാ സ്ട്രക്ചർ. സം ഓപ്പറേഷൻസ് ഓഫ് ഡാറ്റാ സ്ട്രക്ചർ.
deleting, sorting, merging. Some operations of data structure. Data structure കുറച്ച് operations. Traversing. Traversing means the visit each and every element in data structure. ഒരു data structure ഒരുപാട് elements ഉണ്ട്. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇതിലെ ഓരോ എലമെൻറ്റ്സിനെയും വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ട്രാവേഴ്സിംഗ് എന്ന് പറയും. ട്രാവേഴ്സിംഗ് മീൻസ് ദ വിസിറ്റ് ആൻഡ് ഈച്ച് എവറി എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറുള്ള എല്ലാ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യാം. നമ്മൾ 1 മുതൽ 10 വരെ പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം 1 പ്രിൻറ്റ് ചെയ്യും, ദെൻ 2 പ്രിൻറ്റ് ചെയ്യും, അങ്ങനെ 10 നമ്പേഴ്സിനെയും പ്രിൻറ്റ് ചെയ്യിക്കുന്നു അല്ലേ? അതായത് 10 നമ്പേഴ്സിലും വിസിറ്റ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോസസ്സാണ് ട്രാവേഴ്സിങ്. നെക്സ്റ്റ് സെർച്ചിങ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക എ പെർട്ടിക്കുലർ. അപ്പോൾ എനി പെർട്ടിക്കുലർ എലമെൻറ്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഒന്നുകിൽ 13 അല്ലെങ്കിൽ 14 ഏതെങ്കിലും ഒരു സ്പെസിഫിക് എലമെൻറ്റിനെ സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? സെർച്ചിങ്. നെക്സ്റ്റ് ഇൻസേർട്ടിങ്. ഡാറ്റ സ്ട്രക്ചറിലേക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക, ആഡ് ചെയ്യുന്നതിന് ഇൻസേർട്ടിങ് എന്ന് പറയും. ഡിലീറ്റിങ്, ദ പ്രോസസ് ഓഫ് ഡിലീറ്റിങ്, റിമൂവ് ഇനി എലമെൻറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ. സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ ബബിൾ സോർട്ടും ഉണ്ട്, സെലക്ഷൻ സോർട്ടും ഉണ്ട്. സോർട്ടിങ് ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലോ അല്ല എങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഏതെങ്കിലും ഒരു ഓർഡറിലൊക്കെ എന്ത് ചെയ്യുക? ഡാറ്റ സ്ട്രക്ചറിലെ ഡാറ്റാസിനെ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് മെർജിങ്. മെർജിങ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് 2 ഡാറ്റ സ്ട്രക്ചർ ദെൻ ഫോം എ ന്യൂ വൺ. 2 ഡാറ്റ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് എന്ത്? മെർജിങ്. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ: ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, സോർട്ടിങ്, മെർജിങ്. ട്രാവേഴ്സിൻ്റെ വിസിറ്റിംഗ് എവറി എലമെൻറ്റിനെ ഡാറ്റ സ്ട്രക്ചർ. സെർച്ചിങ് എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് എനി പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ. ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ഫൈൻഡ് ചെയ്യുക, സെർച്ച് ചെയ്തെടുക്കുക. ഇൻസേർട്ടിങ് എന്ന് പറഞ്ഞാൽ ആഡ് എ ന്യൂ എലമെൻറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ. ആഡ് ന്യൂ എലമെൻറ്റ്, ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ. ഡിലീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുക. സോർട്ടിങ് ഒന്ന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്യുക. ദെൻ മെർജിങ്, കമ്പൈൻ 2 ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് ടു ഫോം എ ന്യൂ വൺ. 2 ഡാറ്റ സ്ട്രക്ചറിനെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരെണ്ണത്തിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് ക്ലാസ്